നീ പണ്ട് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? നമ്മുടെ ഈ കലാമണ്ഡലം സത്യഭാമയുടെ ശിഷ്യയല്ലായിരുന്നു നീ? അതിന് എനിക്ക് ഡാൻസ് പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം. ഡാൻസോ? അതെന്താ? ചേർന്നോ? ആ, നീ എന്താ അഭിഷേക് നോക്കുന്നുണ്ടോ? നീ ഡാൻസ് പഠിച്ചൂടെ? ചെറുപ്പത്തിലേ എന്നെ ആരും പഠിക്കാൻ പറ്റില്ല. ഈ പ്രായത്തിലെങ്കിലും എനിക്ക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇന്നതൊക്കെ എപ്പോഴാണ് ചെയ്യാ? അതിന് എനിക്കിപ്പോൾ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം പണ്ടല്ലേ. നീ ചുമ്മാ നീ വിചാരിച്ചാൽ പറ്റും. അതെന്താ ഇപ്പൊ ഡാൻസ്? ഉള്ള കാര്യം പറയാം. നമ്മുടെ ആ ഗംഗയില്ലേ, അവള് ശംഖുമായിട്ട് ഫുൾ ടൈം എന്താ റീലോ എന്തോ അത് റീലോ ഞാൻ നോക്കിയപ്പോൾ അത് കൊള്ളാം. സംഭവം എന്തൊക്കെയോ പറഞ്ഞാൽ അവരെന്തൊക്കെയോ കാണിക്കുന്നത്. എന്തോ ഈ കരിങ്കാലിയോ ഇത് പറയാം, അങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പുതിയ എന്തോ ട്രെൻഡിങ് എന്നോ. അമ്മക്ക് ഇതൊന്നും അറിയത്തില്ലെന്നാണ് അവളുടെ വിചാരം. എനിക്കും ചെയ്യണം അങ്ങനെയൊക്കെ. അവളെന്നെ കുറ്റത്തോടൊരു കളിയാക്കല്ലേ, ശേഖരേട്ടൻ ഇതെല്ലാം അറിയുമോന്ന്. ഏത് നമ്മളെടുത്ത് അതിനിപ്പോ ചേട്ടൻ ഡാൻസ് കളിക്കാൻ പോവാ? എടി, നമുക്കിതൊക്കെ അറിയാൻ അവളെ അറിയിക്കണ്ടേ? അവൻ മാത്രം വലിയ ഷോ കാണിച്ച് നടക്കുന്നുണ്ട്. അത് അവനിപ്പോ ഫുൾ ഡാൻസ്. ചേട്ടാ അതിന് അവന് ഡാൻസ് കളിക്കാൻ നീ എനിക്ക് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് ഗൗരിയോട് പോയി ചോദിക്കേണ്ട അവസ്ഥ വരും. അത് നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. നീ ഒരുമാതിരി പുച്ഛിച്ച് ഒരുമാതിരി നോക്കുന്നുണ്ട്. ഞാൻ പണ്ടല്ലേ പഠിച്ചിരുന്നത്, എനിക്കിപ്പോ ഡാൻസ് ഒന്നും അറിയില്ല. നിനക്ക് എനിക്കറിയാം, നീ ഇടയ്ക്കൊക്കെ കളിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ കമലെ, ഞാൻ ഈ ക്രൂരനായിപ്പോൾ എന്തോന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഉള്ളിലെ കലയൊന്നും വരുന്നില്ല. ഒരു കലാകാരനായിരുന്നു ഞാൻ എത്ര ക്രൂരനാവത്തില്ലായിരുന്നു. സത്യമായിട്ടും എനിക്കപ്പോൾ ഒന്ന് മാറിയാൽ കൊള്ളാമെന്ന്. എനിക്കെല്ലാം മൊത്തത്തിലൊരു അടിമുടി മാറ്റം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ഇന്ന് സഹായിക്കണം. സത്യത്തിൽ പഠിക്കണം. എനിക്കാണെങ്കിൽ ഒരു കുറഞ്ഞതൊരു ഭരതനാട്യം എങ്കിലും എനിക്ക് പഠിക്കണം. ഈ ചുമ്മാ ഈ പിള്ളേർ കാണിക്കുന്നവരെ എനിക്ക് പ്രൊഫഷണലായിട്ടൊരു ഭരതനാട്യം പഠിച്ച് നമ്മുടെ തൃശ്ശൂർ അരങ്ങേറ്റമൊക്കെ നടത്തണമെന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. അയ്യോ, സത്യമായിട്ടും ഞാൻ മടക്കുന്നതിന് മുന്നേ എനിക്ക് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക്. കളിക്കാൻ പറ്റൂല്ലേ? നിങ്ങൾ നീ അപ്പോൾ എപ്പോൾ തുടങ്ങാമെന്ന് പറഞ്ഞു. നീ അത് പറഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. നാളെ. അപ്പോൾ ഞാൻ പോയിട്ട് നേരത്തെ എനിക്ക് കുടിയും അടിയും മാത്രമേ ഉള്ളായിരുന്നു. ഈ ഭ്രാന്ത് കൂടെ ഞാൻ ചുമക്കണം. ചേരേട്ട് തന്നെയാണോ? ഒരു പെണ്ണ് വന്നപ്പോഴത്തേക്ക് വട്ടുവായി. എൻ്റെ കർത്താവേ, എൻ്റെ ഭർത്താവിന് വട്ടുവായി. ഇത് ഞാൻ ചുമക്കണമല്ലോ.